ഹേ ഗൈസ്, അപ്പം ഇത് എൻ്റെ 500ാമത്തെ പോസ്റ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നിങ്ങളോടെല്ലാമായിട്ട് ഒരു കാര്യം പറയണമെന്ന് തോന്നി, അതിനാണ് ഈ വീഡിയോ. അപ്പം മെസ്സേജസിനൊന്നും ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല. ഒരു കാര്യം പറയാനാണ് വന്നത്. ഞാൻ ഏകദേശം ഒരു രണ്ടര വർഷമായി ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ ഒരു 4-5 വീഡിയോ, ഏറ്റവും ചുരുങ്ങി 4-5 വീഡിയോസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു റിക്വസ്റ്റ് പറയാനാണ് വന്നത്. ഓക്കെ, നിങ്ങൾ പല ആൾക്കാരും എന്നെ വിളിക്കും, ബ്രോ ഫോട്ടോസ് എടുത്ത് തരണം. അപ്പോൾ ഞാൻ മടിയില്ലാണ്ട് കുറേ ആൾക്കാരുടെ ഫോട്ടോസ് കൊച്ചിയിൽ പോയിട്ട് തന്നെ എന്നെ 2-3 ആൾക്കാർ കാണാൻ വന്ന്, ഏട്ടൻ്റെ വലിയ ഫാനാണ്, തേങ്ങയാണ്, ചക്കയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാൻ പോയി. ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്നെ ഇങ്ങനെ കാണാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഞാൻ ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കണേ. ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഫോട്ടോ എടുത്ത് കൊടുത്ത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മെസ്സേജിനൊന്നും ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല, സോറി. ഈ ഒരു കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോ എനിക്കിന്ന് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്, അതിനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ കൊച്ചി പോയ സമയത്ത് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്ത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായി, ഞാൻ വീഡിയോ എടുത്തോട്ടെ, റീൽസ് ആക്കി ഇടുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അവരെ ഫോട്ടോ എടുത്ത് കൊടുത്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായി, നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ പോസ്റ്റ് ചെയ്ത്. നിങ്ങൾക്കറിയാം, ഓക്കെ, ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ പ്രൊഫഷൻ അല്ല ഈ എഡിറ്റിങ്ങും ഫോട്ടോ എടുക്കലും ഒന്നും. ഓക്കെ, എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സോ ഈ എഡിറ്റിങ്ങിൽ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു സൈഡിൽ, അത് കൂടാണ്ട് വേറൊരു സൈഡിൽ എഡിറ്റിങ്ങും പരിപാടി, ഫോട്ടോ, അങ്ങനെ കുറേ പരിപാടി പോകുന്നുണ്ട്. ഞാൻ കുറച്ച് ടെൻഷനിലാണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം അത്രയും ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി ഫോട്ടോ എടുപ്പിച്ചിട്ട് ഇടാൻ പറ്റൂല എന്നെല്ലാം പറയുന്നത് വളരെ മോശമാണ്. നിങ്ങൾക്ക് പറയാം, ബ്രോ ഫോട്ടോ എടുത്തൊന്നു, പക്ഷെ പോസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത്, ഞാനിപ്പം എടുത്ത ആ ദിവസം തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും ഇരിക്കൂല, പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിലും കയ്യിലുണ്ട് വീഡിയോ ഇവിടെ. ഓക്കെ, വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്ത് അത്രയും ടൈം എടുത്ത് എഫേർട്ട് ഇട്ട് ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്, ബ്രോ വീട്ടിലെ സീനാണ്, ബോയ് ഫ്രണ്ട് സീനാണ്, ഡിലീറ്റ് ആക്കണം എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നുള്ള നിങ്ങളെ ബോയ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലോ കാര്യം പറയാം. എന്നിട്ട് പോസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിനെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ നിങ്ങളെ സ്ഥലത്ത് വന്ന്, ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഇട്ട ഫോട്ടോ ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കി. ഇപ്പം ഞാൻ ഈ മാസം തന്നെ, കഴിഞ്ഞ മാസം തന്നെ 3 വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കി. നിങ്ങൾക്ക് പറയാം, ബ്രോ വീഡിയോ ഇടണ്ട, എനിക്ക് വീഡിയോ ഇടാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ വീട്ടുകാർ സീനാണ്, എൻ്റെ ബോയ് ഫ്രണ്ട് സീനാണെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് പറയാം. എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് ഫോട്ടോ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. അത് എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ആണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എഡിറ്റ് ചെയ്ത്, നിങ്ങൾക്കറിയാം, ഏകദേശം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുക. കാരണം ഞാൻ അത്ര എഫേർട്ട് ഇട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ട. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു ട്രോളിൻ്റെ 2 സെക്കൻഡേ ഉള്ളൂ, 2 സെക്കൻഡ്. അനാർക്കലിയിലെ ഒരു ഡയലോഗ് പൃഥ്വിരാജിൻ്റെ, ആ ഒരു സംഭവം ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ടിയിട്ട് അനാർക്കലി ഫുൾ മൂവി ഡൗൺലോഡ് ചെയ്തത്. ഞാൻ ഇതെന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആ എഫേർട്ട് മനസ്സിലാവണം. ഇത്രയും കഷ്ടപ്പെട്ടിരുന്നിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത് ബ്രോ ഡിലീറ്റ് ആക്കണം എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ആ ഫോട്ടോ എടുത്ത സമയത്ത് നിങ്ങൾക്കത്, ബ്രോ വീഡിയോ ഇടണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞാനത് സ്പോട്ടിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. എനിക്കത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, സ്പോട്ടിൽ അയച്ചു തരും. വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നിങ്ങളോട് പറയണം തോന്നി. ഇനി വിളിച്ച് വരുത്തിയിട്ട് എന്നെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ 4-5 വീഡിയോ ഡിലീറ്റ് ആക്കിയാലും എല്ലാം ചെയ്തത് എന്നെ വിളിച്ച് വരുത്തിയിട്ടാണ്. ഞാനായിട്ട് പോയതല്ല, എന്നെ വിളിച്ച് വരുത്തി, ബ്രോ ഞാനിവിടെ ഉണ്ടോ എന്ന് കാണാൻ പറ്റും, എനിക്ക് ഫോട്ടോ എടുക്കണം, അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ചക്കയാണ് വാങ്ങിയാണ് എൻ്റെ ഫാനാണെന്ന് പറഞ്ഞിട്ട് ഒരാളും വരണം. ഞാൻ അങ്ങനെ എനിക്ക് ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാനൊന്നുമല്ല ഈ ഒരു സംഭവം. ഞാൻ വ്ളോഗിങ് ഇഷ്ടമായിരുന്നു, അതിനാണ് ഞാൻ ക്യാമറ വാങ്ങിച്ചത്. അപ്പോൾ ആ സൈഡിൽ കൂടി ഞാൻ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയെല്ലാം തുടങ്ങി. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഫുള്ളായിട്ട് ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഒന്നല്ല ഞാൻ ചെയ്യുന്നത്, അല്ലെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഒന്നല്ല. എൻ്റെ പ്രൊഫഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ആ സൈഡിലേക്ക് കൂടി ഇതും ചെയ്യുന്നത്. ഞാൻ പല പ്രാവശ്യം നിർത്തണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്, പക്ഷേ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ നിർത്താത്തത്. ഓക്കെ, കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ, അതുകൊണ്ടാണ് നിർത്താത്തത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ബ്രോന് നല്ല പേയ്മെൻറ്റ് കിട്ടുന്നില്ലേ, പ്രൊമോഷൻ ഇല്ലേ, യൂട്യൂബിൽ നിന്ന് ഫണ്ടില്ലേ? സത്യം പറഞ്ഞാൽ വലിയ ഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ. കുറേ ആൾക്കാർ എന്നോട് പൈസ ചോദിക്കാറുണ്ട്, ചെറിയ പിള്ളേരായിരിക്കും പൈസ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയാറില്ല ബ്രോ, ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ അകത്ത്
പൈസ ഇതിന് മുന്നേ ആയാലും പണ്ടെല്ലാം കൊറിയർ ഡെലിവറിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാണ് പഠിക്കുന്ന സമയത്ത് പൈസ ആക്കില്ല. അപ്പോൾ അതുപോലെ പഠിച്ച് അല്ലെങ്കിൽ ഒന്നെങ്കിൽ പാർട്ട് ടൈം ജോബിനോ പോയിട്ട് പൈസ ആക്കുക, അല്ലാണ്ട് ഒരാൾ പൈസ വയ്ക്കുന്നത് വളരെ മോശമാണെന്നുള്ളത്. എനിക്കിതെല്ലാം നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഇതെൻ്റെ 500ാമത്തെ പോസ്റ്റാണ്. ഈ ലൈവ് ഞാൻ എന്തായാലും പോസ്റ്റ്. അതുകൊണ്ടാണ് സാധാരണ ലൈവിൽ നിങ്ങളെ മെസ്സേജിന് റിപ്ലൈ ആണ് തരിക. ഇന്ന് പക്ഷേ ഇതെല്ലാം പറയണം തോന്നി. സത്യം പറഞ്ഞാൽ കുറേ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ട സങ്കടം കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇനി എന്നെ വിളിച്ച് വരുത്തിയിട്ട് ഒരിക്കലും ബ്രോ വീഡിയോ ഡിലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ പറ. വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് വിളിക്കാം, ബ്രോ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഒന്ന് കാണാൻ പറ്റും, ഞാൻ വരും, ബ്രോ ഫോട്ടോ എടുത്ത് തരും. ഓഫ്കോഴ്സ് എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്, ഞാൻ ഫോട്ടോ എടുത്ത് തരും. അതും ഞാനൊരു സ്ഥലത്ത് പോയി, ഞാൻ സ്ഥലത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒരാളെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഞാനൊരു സ്ഥലത്ത് പോയി, ഉച്ച വരെയായിരുന്നു വർക്ക്, ഒരു 4 മണി വരെ വർക്ക് ഉണ്ടായിരുന്നു. അവർ എനിക്ക് വേണ്ടി 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്ത്. ആ വെയിറ്റ് ചെയ്ത ശേഷമാണ് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്ത്, അതും ഞാൻ റീലിട്ട് വീഡിയോ എല്ലാം ഇട്ടതിന് ശേഷമാണ് അവരെ ഫാദർ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് അവർ ഡിലീറ്റ് ആക്കണം എന്നുള്ളത്. അതും ശരിക്കും പറഞ്ഞാൽ ഈ അത്ര സങ്കടം ചിലപ്പോൾ അറിയുന്നയാൾക്ക് മനസ്സിലാവായിരിക്കും. അപ്പം മെസ്സേജിനൊന്നും ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല. ബ്രോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ലൈവും കൂടി വരാം. ഓക്കെ, അപ്പോൾ അത്രയും സങ്കടത്തോടെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇനി വിളിച്ച് വരുത്തി ഫോട്ടോ എടുപ്പിച്ചിട്ട് ഡിലീറ്റ് ആക്കാൻ പറയാറ്, അല്ലെങ്കിൽ ഞാൻ ഒന്നിക്കലും ഡിലീറ്റ് ആകൂല. അത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ബോയ് ഫ്രണ്ടിനെ പേടിയാണെങ്കിൽ അവിടെ വെച്ച് ഫോട്ടോ എടുക്കണ്ടെന്ന് തന്നെ തീരുമാനിച്ചോ, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ അടുത്ത് ഫോട്ടോ വാങ്ങിച്ചോ, വീഡിയോ ഇടണ്ടെന്ന് തീരുമാനിച്ചോ, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ തീരുമാനിക്കാം. അല്ലാണ്ട് ഇനി ഫോട്ടോ എടുത്തിട്ട് ഡിലീറ്റ് ആക്കുക എന്നിട്ട് ഞാൻ ഡിലീറ്റ് ആക്കില്ല, മെസ്സേജിന് റിപ്ലൈ തരില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ. അതിന് മുന്നേ എന്നോട് പറയാം, ബ്രോ ഇങ്ങനെ വീട്ടിലെ സീനാണ്, വീഡിയോ ഇടണ്ടെന്നുള്ളത്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുത്തനും പറഞ്ഞാലും എനിക്ക് കേൾക്കൂല. ആ അവസ്ഥയിലാണ് ബ്രോ ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം അത്ര എഫേർട്ട് ഇട്ടിരുന്നു. കാരണം എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്ലയൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്ത് അവരോട് സംഭവം എല്ലാം പറഞ്ഞിട്ട് ഒരു ദിവസം പോകുന്ന മനസ്സിലാവില്ല. ആ സമയത്തും ഞാൻ രാത്രി 1 മണി 2 മണി ചിലപ്പോൾ 3 മണിയിലൊക്കെ ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അത്രയും എഫേർട്ട് ഇട്ട് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡിലീറ്റ് ആക്കാൻ പറയുമ്പോൾ ആ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ വേറെ ലൈവ് വന്നിട്ട് എല്ലാവർക്കും റിപ്ലൈ തരാം. ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ 500ാമത്തെ പോസ്റ്റാണ്. കുറേ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് 500ാമത്തെ പോസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ കുറേ ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഫോട്ടോ തരും. നിങ്ങളെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അയച്ചു തരും. കാരണം എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് തൃപ്തിയാകുന്നില്ല. ഞാൻ ഒരു 2 ആഴ്ച മുന്നേ കൂത്തുറമ്പുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടായി. നിങ്ങളെ മെസ്സേജും കാര്യങ്ങളിലും ഞാൻ കാണുന്നുണ്ട്. എഡിറ്റ് ചെയ്ത് കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫോട്ടോസ് അയച്ചു തരാത്തത്. കാരണം ഞാൻ വെറുതെ എടുത്ത് ഞാൻ അത്ര എഫേർട്ട് ഇട്ട് കുറേ സമയം ഒരു 10 മിനിറ്റ് 15 മിനിറ്റെല്ലാം എടുത്ത് സാധനം 5 മിനിറ്റ് കൊണ്ട് എഡിറ്റ് ചെയ്ത് തന്നതിന് വലിയ ഇതില്ല. എനിക്ക് തൃപ്തിയാകുന്നില്ല. എനിക്ക് തൃപ്തിയായല്ലോ അല്ലേ ഞാൻ അയച്ചു തന്നിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം കുറച്ച് അധികം വർക്കും കാര്യങ്ങളും ഉണ്ട്. ബാക്കിയെല്ലാം എൻ്റെ ബ്രോഡ്കാസ്റ്റിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ ഞാൻ വരുന്ന സ്ഥലവും കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. അതേപോലെ തന്നെ ഒരു ഫ്രീ ഫോട്ടോഷൂട്ട് ഒരു ചെറിയ ഗിവ് പോലെ വെച്ചിട്ടുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കാര്യം പറയാനാണ് വന്നത്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ബൈ.